എല്ലാവർക്കും നമസ്കാരം. ഇത് തിരുപ്പതി യാത്രയുടെ രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ. ഇതിപ്പം രാത്രി തിരുപ്പതിയിലുള്ള ഒരു കാഴ്ചയാണ്. അവിടെ സ്റ്റേജിലെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഞാൻ ഇതുവരെ പോകാത്ത ഒരു ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളാണ്. അപ്പോൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഞാൻ ഒരു 8:30-9 മണിയോട് കൂടെയാണ് മല ഇറങ്ങി ഹോട്ടലിലെത്തിയത്. പിറ്റേ ദിവസം രാവിലെ, അതായത് ഇന്ന് 4:30-ക്കായിരുന്നു എനിക്ക് ട്രെയിൻ. പക്ഷെ നമ്മൾ ഈ ആപ്പൊക്കെ ഉള്ളത് എത്ര സൗകര്യമാണെന്നുള്ളത് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. കാര്യം നമ്മൾ ആപ്പിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ 6 മണിക്കൂർ ട്രെയിൻ ലേറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ പിന്നെ ഇത്രയും നേരത്തെ എഴുന്നേറ്റിട്ട് സ്റ്റേഷനിൽ പോയിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഞാനൊരു 9:30-ക്കായിട്ട് ഇറങ്ങാം എന്നുള്ള പ്ലാനില് അവിടുത്തെ ഹോട്ടലിന്റെ ആളുടെ അടുത്ത് ചോദിച്ചു, ഇവിടെ അടുത്ത് ഏതെങ്കിലും അമ്പലങ്ങളോ എന്തെങ്കിലും കാണാനുള്ളത് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് തൊട്ടടുത്ത്, അതായത് ഞാൻ ആ ചോദിച്ചില്ലായിരുന്നെങ്കിൽ ശരിക്കും എനിക്ക് ഈ ഒരു ക്ഷേത്രത്തിൽ വരാൻ പറ്റില്ല. കാരണം ഞാൻ താമസിക്കുന്ന ഹോട്ടലിന്റെ ഒരു 15 അടി അങ്ങനെ മുമ്പോട്ടേക്ക് വരെ വേണ്ടു. അപ്പോഴാണ് ഈ കാണുന്ന ക്ഷേത്രം, അതായത് ഗോവിന്ദരാജ പെരുമാൾ ടെമ്പിൾ ആണ് ഇത്. നമ്മളുടെ തിരുപ്പതിയിലുള്ള ഭഗവാൻ ബാലാജിയുടെ സഹോദരനാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ 2 പിടിയാനകൾ ഇത് എല്ലാവർക്കും അനുഗ്രഹം കൊടുക്കാനായിട്ട് ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അവരിങ്ങനെ കരിമ്പൊക്കെ കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ആനയെ കണ്ടു തന്നെ ഒരു സന്തോഷം. പത്മാവതി ക്ഷേത്രത്തിലും, പത്മാവതി ക്ഷേത്രമല്ല, നമ്മൾ തിരുപ്പതി ക്ഷേത്രത്തിൽ വൈകുന്നേരം ആ ഒരു പ്രദക്ഷിണത്തിനൊക്കെ പിടിയാനകളെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്തുള്ള ഒരു ആന തന്നെയാണ് ഇത് കേട്ടോ. അപ്പൊ അതൊക്കെ കണ്ട് നേരെ ക്ഷേത്രത്തിലേക്ക് പോയി. അപ്പോ ഇനി എന്ന് പറയുന്നത് ഫോൺ അലൗഡ് അല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ വേഗം തന്നെ തൊഴുതിട്ട് വരാം. പുറം ഭാഗത്തുള്ള ഒരു കാഴ്ചയാണ് ഇത് കേട്ടോ. നല്ല ഭംഗിയുള്ള ക്ഷേത്രമാണ്. എന്തായാലും പോയിട്ട് തൊഴുതിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ ഗോവിന്ദരാജ ടെമ്പിളിൽ നമ്മൾ തൊഴുതു. ഇത് തിരുപ്പതി ബാലാജിയുടെ സഹോദരനാണ് കേട്ടോ. നമ്മൾ തിരുവനന്തപുരം എന്താ പറയുക, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പത്മനാഭനെ കാണില്ലേ, ആ പ്രതിഷ്ഠ കിടക്കുന്ന രീതിയിലല്ലേ, അതേപോലെയാണ് ഇവിടെ നമ്മൾ ഗോവിന്ദരാജ പെരുമാളിനെ കാണുക. ഉള്ളിൽ വലിയ ക്ഷേത്രമാണ് കേട്ടോ. ഫോൺ അലൗഡ് അല്ല. 10 രൂപ ഇവിടെ ടിക്കറ്റ് എടുത്തിട്ട് വേണം പോകാൻ. പിന്നെ ഒരുപാട് പ്രതിഷ്ഠകളുണ്ട്. ആ പ്രതിഷ്ഠകളിലൊക്കെ നമുക്ക് വളരെ അടുത്ത് പോയിട്ട് തൊഴുത് നമുക്ക് പ്രസാദമൊക്കെ കിട്ടും. എനിക്ക് ദേവിക്ക് ചാർത്തി ഒരു പൂവ് തന്നു. അപ്പോൾ ഒരുപാട് സന്തോഷമായി. അങ്ങനെ എല്ലാവരും പിന്നെ ദക്ഷിണ ചോദിക്കും കേട്ടോ. സ്വാഭാവികം, നമ്മുടെ കേരളത്തിലെ ക്ഷേത്രങ്ങളെ പോലെ അല്ലല്ലോ ഇവിടെ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. എന്തായാലും ഈ ഒരു ക്ഷേത്രവും കാണാൻ പറ്റി. എൻ്റെ പുറകിൽ രണ്ടാൾക്കാർ രാവിലെ മുതൽ ദക്ഷിണ വാങ്ങി തുടങ്ങിയതാണ്. അപ്പം അതും അവരുടെ ഒരു രീതി. ആളുകൾക്കും അതൊരു സന്തോഷം. അപ്പോൾ തീർച്ചയായിട്ടും തിരുപ്പതിയിൽ വരുമ്പോൾ ഈ ഒരു ക്ഷേത്രം കൂടെ നിങ്ങൾ ലിസ്റ്റ് ചെയ്യണം കേട്ടോ. തിരുപ്പതി റെയിൽവേ സ്റ്റേഷന്റെ വളരെ അടുത്താണ്. അപ്പം ഞാൻ താമസിക്കുന്ന ഹോട്ടലിനടുത്ത് വരാൻ എനിക്ക് വളരെ എളുപ്പമായിരുന്നു. പക്ഷെ ആർക്കായാലും ഈ തിരുപ്പതി റെയിൽവേ സ്റ്റേഷന്റെ വളരെ അടുത്തെന്ന് പറയുമ്പോൾ കണ്ടുപിടിക്കാനും ഒന്നും ബുദ്ധിമുട്ടില്ല. അപ്പം അതുകൊണ്ട് എന്തായാലും വരിക. നല്ലൊരു ക്ഷേത്രമാണ്.